കമാൻഡർ കാവസ് മാണിക്ചന്ദ് നനാവതി 302 വകുപ്പനുസരിച്ച് നിങ്ങളുടെ മേൽ പ്രേം ഭഗവാൻദാസ് സാഹുജിയെ കൊലപ്പെടുത്തിയതായി കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. The point is not what Kawas said. The point is what happened before Kawas came to the court. എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്. നിങ്ങൾ എന്താ ഇവിടെ? സിൽവിയും കാവസും തമ്മിൽ മീറ്റ് ചെയ്യണം. What makes you believe that I would do something like that? Because this is your last chance to tell the truth. Did you never love Prem? Don't you dare say that. Did you hurt someone? അതെ മോനെ. I plead not guilty, sir. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും എനിക്കത് വായിക്കാൻ അറിയാൻ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങളുടെ മകന് മനസ്സിലൊരു പേര് കരുതിയിട്ടുണ്ടാവില്ലേ? ആ പേര് വെക്കരുത്. ഞാൻ എൻ്റെ മോന് ഒരു നല്ല പേര് വെച്ചിട്ടുണ്ട്, സത്യ. കേസ് ഇപ്പോൾ ഏത് രീതിയിൽ പോകുന്നെന്ന് വെച്ചാൽ ഓരോ സാക്ഷിയും ഓരോ വാക്കുകളും കേസിന്റെ ദിശ തന്നെ മാറ്റുന്ന രീതിയിലായിരുന്നു. ഏപ്രിൽ 27 കമാൻഡർ കാവസ് പ്രേം അഹൂജയെ മർഡർ ചെയ്തിരിക്കുന്നു. അന്ന് നിങ്ങൾ എവിടെയായിരുന്നു? അതായത് അന്ന് മർഡർ നടന്ന ദിവസം. ശരി, അതൊക്കെ ഞങ്ങൾക്കറിയാം. എന്ത് സംഭവിച്ചെന്ന് പറയൂ. ഡോർ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ കതവ് തുറന്നപ്പോ കമാൻഡർ സാർ ആയിരുന്നു അവിടെ. ഞാൻ എന്താണെന്ന് ചോദിക്കുന്നതിന് മുൻപേ അദ്ദേഹം നേരെ വീടിനുള്ളിലേക്ക് കയറി വന്നു. അതിനുശേഷം പ്രേം സാറിന്റെ മുറിയിലേക്ക് പോയി. അദ്ദേഹം വീട്ടിനുള്ളിൽ വന്നതിന് ശേഷം കയ്യിൽ എന്തെങ്കിലും ആയുധം കണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു. അതിലെന്താ ഉണ്ടായിരുന്നത്? നിനക്കത് കാണാൻ സാധിച്ചോ? ഇല്ല, അതൊന്നും ഞാൻ കണ്ടില്ല. ബെഡ്റൂമിൽ പ്രേം അഹൂജയ്ക്കും കമാൻഡറിനും നടുവിൽ അവിടെ എന്തെങ്കിലും വഴക്കോ നിലവിളിയോ നിങ്ങൾ കേട്ടിരുന്നോ? വഴക്കും നിലവിളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. 3 വെടിപൊട്ടുന്ന ശബ്ദം കേട്ടു. നിങ്ങൾ വെടിയുടെ ശബ്ദം കേട്ടതും ആദ്യം എന്താണ് ചെയ്തത്? ശബ്ദം കേട്ട് ഞങ്ങൾ പ്രേം സാറിന്റെ മുറിയിലേക്ക് ഓടി. സാറേ, അവിടെ ഞങ്ങൾ കണ്ടത് കമാൻഡർ സാർ തോക്കുമായിട്ട് നിൽക്കുന്നതായിരുന്നു. ഞങ്ങളുടെ മുൻപില് ചോരയിൽ കുളിച്ചു കിടക്കുന്ന പ്രേം സാറിനെയാണ് ഞങ്ങൾ കണ്ടത്. കമാൻഡർ കാവസ് മാണിക് ഷാ നാനാവതി, സെക്ഷൻ 302 അനുസരിച്ച് മർഡർ ചാർജാണ്. നിങ്ങൾ പ്രേം ഭഗവാൻദാസ് സാഹുജിയെ കൊന്നതായി ആരോപിക്കപ്പെട്ടു. The fucking honorable has been killed, my brother. He is not a killer. He is a hero. സോൾജിയർ എപ്പോഴും അതിർത്തിയിലാണ് നിൽക്കാറുള്ളത്. അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല. The nation is family. He is under threat. He kill. ഡൽഹിയിൽ ഇതിനെക്കുറിച്ചാണ് ഇപ്പോഴെല്ലായിടത്തും ചർച്ച. He lied to me. Enough. ആ നെറിയേട്ടവള് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. മാരിറ്റൽ സ്റ്റേറ്റസ് ഇടയിൽ വരാനേ പാടില്ല. കുറ്റം ചെയ്തിട്ടില്ല. ഇവിടെ ഡിഫൻസ് സിൽവിയ നാനാവതിയെ അവരെ ഒരു മോശക്കാരിയാക്കി മാറ്റി. എന്റെ ഭാര്യ ഒരിക്കലും ഡീഫോൾട്ട് ഈ കേസ്. ഒബ്ജക്ഷൻ മൈ ലോർഡ്. സോറി ടു സേവ് ദ ഇമേജ് ഓഫ് മൈ ഗേൾ. ഒരാളുടെ വീട്ടിൽ കയറി അയാളെ കൊല്ലാൻ നിയമം ആരെയും അനുവദിക്കുന്നില്ല. അത് കുറ്റകരമാണ്. You are making a big mistake. Yes, she's lying. എനിക്ക് വേണ്ടി ഒന്ന് കൺസിഡർ ചെയ്യൂ. എല്ലായിടത്തും സംഭവിക്കുന്നതാ. ഒരിക്കലുമില്ല. I love Kawas Manikchand. How to death? ഈ കഥ കേൾക്കാൻ കൊള്ളാം. ഞാൻ കമാൻഡർ സാറിനെ തടുത്തു നിർത്താൻ നോക്കിയതാ, പക്ഷെ സാറ് പറഞ്ഞിട്ട് കേട്ടില്ല. പോരുത് സാർ, മാറി നിൽക്ക്. പോലീസ് വരുന്നവരെ ഞാൻ സാറിനെ പോകാൻ സമ്മതിക്കില്ല. ഒന്ന് പതുക്കെ പറ. ക്ഷമിക്കണം സാറേ. ആ, അതിന് കമാൻഡർ സാർ പറഞ്ഞു, ഞാൻ സറണ്ടർ ആകാൻ വേണ്ടി പോവുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കമാൻഡർ സാർ പറഞ്ഞത് പറയാമോ? പറയാം സാർ. കമാൻഡർ സാർ പറഞ്ഞിരുന്നു, ഞാനിപ്പോ പോലീസിന്റെ അടുത്ത് സറണ്ടർ ആവാൻ പോവാന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ, കോർട്ടിൽ ഇതേപോലെ തന്നെ ശരി സാർ. പറയണം. കാരണം ഞാൻ പ്രേമിനെ ഷൂട്ട് ചെയ്തു. കാരണം പ്രേം അഹുജയ്ക്കും എന്റെ ഭാര്യയ്ക്കും തമ്മിൽ ബന്ധമുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഖാൽ കണ്ഠാലാവാല സർ, നിങ്ങൾക്ക് വിറ്റ്നസിനോട് എന്തെങ്കിലും ചോദിക്കണോ? പൂരൻ സിംഗ്, പറയൂ സാർ. ഇപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ, അതിനി ഒരു പ്രാവശ്യം കൂടി പറയാമോ? ആ, തീർച്ചയായിട്ടും പറയാം സാർ. കമാൻഡർ സാറിനെ ഞാൻ തടുക്കാൻ ശ്രമിച്ചതാ. പക്ഷെ കമാൻഡർ സാർ പറഞ്ഞു ഞാൻ പോലീസിന്റെ അടുക്കൽ സറണ്ടർ ആവാൻ പോവാണെന്ന്. പ്രേമിനെ ഷൂട്ട് ചെയ്ത് കൊന്നു എന്ന് പറഞ്ഞു. കാരണം പ്രേം അഹുജയ്ക്കും എന്റെ ഭാര്യയ്ക്കും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രേം അഹൂജയ്ക്ക് ഇദ്ദേഹത്തിന്റെ വൈഫുമായി അഫയർ ഉള്ളതായി കമാൻഡർ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ, താങ്ക് യു. പൂരൻ സിംഗ്, ലാസ്റ്റ് ലൈനല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത്? അത് നിങ്ങൾ കൊടുത്ത പോലീസ് സ്റ്റേറ്റ്മെന്റിൽ ഇല്ലല്ലോ. പക്ഷേ കമാൻഡർ അങ്ങനെ പറഞ്ഞു. അതായത് ഞാൻ പോലീസിൽ സറണ്ടർ ആവാൻ പോവുകയാണെന്ന്. ആ സ്റ്റേറ്റ്മെന്റിന്റെ തൊട്ട് താഴെ നിങ്ങളുടെ സിഗ്നേച്ചറുണ്ട്. അപ്പോ
പ്രേം അഹൂജയ്ക്കും എൻ്റെ വൈഫിനും തമ്മിൽ അഫയർ ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ എവിടുന്നാ വന്നത്? ചന്തു സാർ, ഇത് നിങ്ങളുടെ ഐഡിയ ആണോ അതോ സഹായിയുടെ ആണോ? ഒബ്ജെക്ഷൻ. സസ്റ്റെയിൻ. എനിക്കൊരു സഹായിയുമില്ല കാൽ സാർ. ഞാനൊരു വൺ മാൻ ആർമിയാണ്. എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പറയൂ. ദാറ്റ് വിൽ ബി ഓൾ, യുവർ ഓണർ. അടുത്ത വിറ്റ്നസിനെ വിളിക്കൂ. പ്രോസിക്യൂഷൻ പ്രോഷ് മാർഷൽ സാമുവൽ സാറിനെ വിളിക്കണമെന്ന് വിചാരിക്കുന്നു. പ്രോഷ് സാർ, അന്ന് ഉച്ചയ്ക്ക് പ്രേം അഹൂജയെ കൊന്നതിന് ശേഷം കമാൻഡർ കാവസ് നിങ്ങളെ കാണാനായിട്ട് വന്നിരുന്നോ? ഒബ്ജെക്ഷൻ, യുവർ ഓണർ. സസ്റ്റെയിൻ. കൊലയ്ക്ക് ശേഷം എന്ത് സംസാരിക്കാനാ? കൊലപാതകം നടന്നോ ഇല്ലയോ അതറിയാൻ വേണ്ടിയാണ് കോർട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ജൂറിയെ സ്വാധീനിക്കാനാണ് ശ്രമിക്കുന്നത്. ത്രിവേദി സാർ, പ്ലീസ് റിഫ്രഷ് ദിസ് ക്വസ്റ്റ്യൻ. ശരി സാർ, റിഫ്രഷ്. അന്ന് ഉച്ചയ്ക്ക് പ്രേം അഹൂജയെ ഡോട്ട് 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 ചെയ്തതിന് ശേഷം ഓർഡർ ഓർഡർ ഓർഡർ. കമാൻഡർ കാവസ് നിങ്ങളെ കാണാനായിട്ട് വന്നിരുന്നു. നിങ്ങളോട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? കമാൻഡർ നാനാവതി എന്നെ കാണാൻ വന്നപ്പോ വളരെ ടെൻസ്ഡ് ആയിരുന്നു. ഹി ടോൾ മീ ഐ തിങ്ക് ഐ ഷോട്ട് എ മാൻ. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കൺഫെഷൻ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ക്രൈം ബ്രാഞ്ചിലേക്ക് പോയി ഓഫീസർ ലോഗോയെ കാണാൻ പറഞ്ഞു. പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടു താക്കോൽ എൻ്റെ കയ്യിൽ തന്നു ആൻഡ് ആസ്ക്ഡ് മീ ടു ഗിവ് ദം ടു ഹിസ് വൈഫ് സിൽവിയ. അപ്പോൾ അദ്ദേഹം നിങ്ങളോട് ഞാനാണ് പ്രേം അഹൂജയെ കൊല ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. ഞാനാണ് പ്രേം അഹൂജയെ കൊന്നതെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ഇപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത്? മാർഷ, ഫോർ ദി സേക്ക് ഓഫ് ദിസ് കോർട്ട് ആൻഡ് ദ ജൂറി, നിങ്ങൾ പറഞ്ഞത് ഒരു തവണ കൂടി പറയാമോ? അതായത് കമാൻഡർ നാനാവതി നിങ്ങളെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഹി വാസ് വിത്ത് ഡേസ്ഡ് ആൻഡ് ഷോക്ക്ഡ്. അദ്ദേഹം പറഞ്ഞു ഐ തിങ്ക് ഐ ഷോട്ട് എ മാൻ. ഐ തിങ്ക് ഐ ഹാവ് ഷോട്ട് എ മാൻ. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം യുവർ ഓണർ. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരാൾ മനഃപൂർവ്വം മറ്റൊരാളെ കൊല ചെയ്താൽ ഒരിക്കലും ഷോക്ക് ആവുകയില്ല, പകരം ശാന്തമായിരിക്കും. ഷോക്ക് എപ്പോഴാണ് ആകുന്നെന്ന് വെച്ചാൽ മനഃപൂർവ്വമല്ലാതെ തെറ്റ് സംഭവിക്കുമ്പോഴാണ്. മൈ ലോർഡ്, പോലീസിന്റെ സ്റ്റേറ്റ്മെന്റിൽ സാമുവൽ സാർ അതുപോലെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. കമാൻഡർ കാവസ് ഷോക്ക്ഡ് ആയിരുന്നുവെന്ന്. കാരണം അപ്പ എന്നോട് ആരും ചോദിച്ചില്ല കമാൻഡർ നാനാവതിയുടെ മെന്റൽ സ്റ്റേറ്റ് എന്താണെന്ന്. എക്സാക്ട്ലി. മാർഷൽ, കമാൻഡർ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഐ തിങ്ക് ഐ ഹാവ് ഷോട്ട് എ മാൻ. ഐ വാസ് ഷോക്ക്ഡ്. മൈ ലോർഡ്, കുറച്ചു മുമ്പ് കമാൻഡർ കാവസ് ഷോക്കായിരുന്നു, ഇപ്പൊ ഇദ്ദേഹവും. ശ്രദ്ധിച്ചു കേട്ടോളൂ ജൂറി, ഇതില് ആരും തന്നെ ഷോക്കായിട്ടില്ല. കാരണം എല്ലാവർക്കും സത്യം അറിയാമായിരുന്നു. ത്രിവേദി, ജൂറിയോട് സംസാരിക്കാനുള്ള അവസരം പിന്നീട് ലഭിക്കും. ഇവിടെ ഞാനുണ്ട്, എന്നോട് പറഞ്ഞാൽ മതി. സോറി മൈ ലോർഡ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം കേട്ടിട്ട് ഞാനും ഷോക്കായി പോയി. അതുകൊണ്ട് ഞാൻ നേരിട്ട് ജൂറിയോട് സംസാരിക്കാൻ തുടങ്ങി. സത്യം പറയുകയാണെങ്കിൽ കോർട്ടില് വാക്കുകൾ കൊണ്ട് പന്താടുകയാണ്. അല്ല ഖാൽ സാർ, ഇപ്പോൾ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? വേൾഡ് പ്ലേ. വേർഡ് പ്ലേ. യുവർ ഓണർ, ദിസ് ഈസ് എ ഹൈലി സെൻസിറ്റീവ് കേസ്. യു, വി, മെമ്പേഴ്സ് ഓഫ് ദ ജൂറി ആൻഡ് എവരിബഡി ഹിയർ ഇൻ ദിസ് കോർട്ട്, ഇവിടെ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ബിഫോർ ഇറ്റ് പാസസ് ടു ജഡ്ജ്മെന്റ്, എവറി വേർഡ് മാറ്റേഴ്സ്. കാൽ കണ്ടാലവാല ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഫുൾ ടോസ് അടിച്ചിരിക്കുന്നു. ഇപ്പം നിങ്ങളുടെ ഷോട്ട് എങ്ങനെയുണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ബോൾ ബൗണ്ടറിക്ക് പുറത്തായിരിക്കണം. രാം സാർ, വക്കീലിന്റെ ഭാഷയിലൊന്ന് പറഞ്ഞു തരൂ. നമ്മുടെ അടുത്ത വിറ്റ്നസ് ഓഫീസർ ജോൺ ലോഗോ. ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് കാവസ് നാനാവതി കൺഫെഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടൈം ഫോർ ഐസ്ക്രീം. കം ഓൺ. മറിയ, അലക്സിറ്റ്, ഞാനിപ്പോൾ വരാം കേട്ടോ. ഓക്കെ. മാർഷൽ സാമുവൽ. നിങ്ങളുടെ കുട്ടികൾ നല്ല ക്യൂട്ടാ. യെസ്, ഇവിടെ നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളെ കാണാനാ വന്നേ? കണ്ടപ്പോഴേ തോന്നി എനിക്ക്.
Mr. Gramikar, I always choose this place, choose my gatherings because it's an example of the resistance against Western imperialism. Katari, സർ do meet our Third Admiral, Admiral Ramdas Katari, the Honorable Foreign Minister of Soviet Union, Mr. Andrei Gromyko. തറാസ്തൂക്കി. Oh, you speak Russian? ആ ലിറ്റിൽ. Yeah. Yeah. And we have one more thing in common. Which one? And there in times, naval officer killing civilians, so why suffer? I must say, your soldiers are hot-blooded like ours, but ours don't go to jail. Sorry, none of my business. I'll get Orca, Tasudamia. It's becoming international gossip. കേസിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? That's your update. Comrade Menon, ആ വരൂ നിങ്ങളെ കണ്ടതിൽ സന്തോഷം. How are you? I'm very well, thank you. Drink? No, thank you. Actually, I got mine. നമ്മുടെ ഡൽഹി കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇതിനെ തടുക്കാൻ പറ്റുന്നില്ല. എക്സ്ക്യൂസ് മീ, താങ്ക് യു. സേഗിൾ സാർ പാടിക്കൊണ്ടേയിരുന്നു, ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. ഭാഗ്യം തലതിരിഞ്ഞൊന്നും സംഭവിച്ചില്ല. I know God is really merciful. Cheers. Yes. ബോംബെയിലെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? Well, മഴ വരാൻ പോകുന്നു. And I'm pretty sure ഈ പ്രാവശ്യത്തെ മഴയിൽ കര എല്ലാം പോകും. ബോംബെ will be as clean as the naval uniform. കട്ടാരി എന്നോട് പറയുകയായിരുന്നു, മാർഷൽ സാമുവൽ ആൾറെഡി സാക്ഷി പറഞ്ഞു കഴിഞ്ഞെന്ന്. ശരി, അടുത്തതാരാ? It's Officer Lobo. You're on Lobo. The weather is very good today, right? Not good enough. എന്താ ഇന്ന് മൂഡ് ശരിയല്ലേ? ഞാൻ ഇന്ന് ലോഗോയുടെ അടുത്ത് പോയി പ്ലീഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. പ്ലീസ്, ഫോർ ദ സേക്ക് ഓഫ് ദ യൂണിഫോം, ഡോണ്ട് ടെസ്റ്റിഫൈ. ഐ ഫെൽറ്റ് സോ സ്മോൾ. ഒരു സ്ത്രീ ചെയ്ത തെറ്റിന്, അവളുടെ അഫെയറിന് ആരാ കഷ്ടപ്പെടുന്നത്? കാവസ്. നാളെ കോർട്ടിൽ ലോഗോ കാവസിനെ വിടില്ല. ഷീ വിൽ ടയർ ഹിം അപ്പാർട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാർഷൽ. ഓഫീസർ ലോക എന്താ പറഞ്ഞത്? ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. സമ്മതിച്ചില്ല. മാർഷൽ, നിങ്ങളെ കൊണ്ട് ഒരു ഓഫീസറെ സമ്മതിപ്പിക്കാൻ പറ്റിയില്ലേ? ഈ ജോലി ഞാൻ തന്നെ ചെയ്യണോ? ഓഫീസർ ലോബോ, ഏപ്രിൽ 27 1959 ഉച്ചയ്ക്ക് കമാൻഡർ കാവസ് നാനാവതി ക്രൈം ബ്രാഞ്ചിലേക്ക് വന്ന് നിങ്ങളുടെ അടുത്ത് കൺഫസ് ചെയ്തു. അദ്ദേഹം എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്, അത് എക്സാക്ട്ലി നിങ്ങൾ ഇപ്പൊ കോർട്ടിൽ പറയണം. 27 ഏപ്രിൽ 1959. ഉച്ചയ്ക്ക്. യെസ്, ശരിയാണ്. ആഫ്റ്റർനൂൺ 3 PM. കമാൻഡർ കാവസ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വന്ന് എല്ലാ സത്യങ്ങളും പറഞ്ഞു. ഒബ്ജക്ഷൻ മൈ ലോർഡ്. മേ ഐ പ്ലീസ് അപ്രോച്ച് ദ ബെഞ്ച്? താങ്ക് യു. നിങ്ങളും വരൂ. ഞാനോ? സർ, ഡിഫൻസിന്റെ റിക്വസ്റ്റാണ്. ഓഫീസർ ജോൺ ലോഗയെ എവിഡൻസായി ഈ കേസിൽ ചോദ്യം ചെയ്യാൻ പാടില്ല സർ. ഇവിടെ ഇപ്പോൾ സാക്ഷികളുള്ളപ്പോൾ വിചാരണ ചെയ്യേണ്ടതല്ലേ മൈ ലോർഡ്? വേണ്ടാന്ന് ഇദ്ദേഹം എങ്ങനെ പറയും? ജഡ്ജ് നിങ്ങളാണോ അതോ ഇദ്ദേഹമാണോ? ഇതൊരു മർഡർ കേസല്ലേ, അല്ലാതെ തെരുവിലെ ക്രിക്കറ്റ് ഒന്നും അല്ലല്ലോ. ദിവസവും പുതിയ റൂൾ കൊണ്ടുവരാൻ. ത്രിവേദി, പുതിയ റൂൾ, പഴയ റൂൾ, ഈ റൂൾ, ആ റൂൾ, ഇതൊക്കെ പറയാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്നെ ഡിസൈഡ് ചെയ്യാൻ അനുവദിക്കൂ. കോൾ സാർ, നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ വിറ്റ്നസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സർ, അതെന്റെ ക്ലയന്റിന്റെ കൺഫെക്ഷനാണ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സൂപ്പർവിഷൻ ഇല്ലാതെ തന്നാണ്. ഇറ്റ്സ് നോട്ട് അഡ്മിസിബിൾ സർ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് പോലീസിന് കൊടുത്ത കൺഫെഷൻ അഡ്മിസിബിൾ അല്ല. പക്ഷെ അതൊരു എവിഡൻസ് ആയിട്ട് എടുക്കാനും പോകുന്നില്ല. സംസാരിക്കട്ടെ, അത് വിട്ടേക്കൂ. സാർ, അങ്ങേക്ക് പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല, ത്രിവേദി സാറിനും പ്രശ്നമില്ല. പക്ഷെ ജൂറിയിൽ ഇത് പ്രശ്നമാവും സാർ. ഈ കോർട്ടിൽ പറയുന്ന ഓരോരോ കാര്യങ്ങളും അവർക്ക് തീർച്ചയായും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ആൻഡ് ഓൾ മൈ എവിഡൻസസ്, എന്റെ ക്ലയന്റിന്റെ നിഷ്കളങ്കത എല്ലാം പല ദിശയിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് സാർ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മൈ ലോർഡ്. കൺഫെഷനിൽ അദ്ദേഹം സത്യമാണ് പറഞ്ഞത്. ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അത് സത്യമാണെങ്കിൽ അത് ജൂറിയുടെ മുമ്പിൽ വെച്ച് പറയട്ടെ. അല്ലല്ല, കോൾ സാർ പറയുന്നതാണ് ശരി. ഇദ്ദേഹത്തിന്റെ ക്ലയന്റ് നോൺ ഗിൽറ്റി പ്ലീഡ് ചെയ്തിട്ടുണ്ട്.
സോ എവിഡൻസ് അഡ്മിസിബിൾ അല്ല. നിങ്ങളുടെ പക്കൽ ഇതിന് അഗൻസ്റ്റ് ആയിട്ട് ലീഗൽ ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ശരി, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹാൻഡിലറോട് സംസാരിച്ചിട്ട് വാ. എനിക്കൊരു ഹാൻഡ്ലറും ഇല്ല, എനിക്ക് ആരുടെ ആവശ്യവും ഇല്ല. ഞാനിതിന് സമ്മതിക്കുന്നു. കമാൻഡർ നാനാവതി നോൺ ഗിൽറ്റി പ്ലീഡ് ചെയ്തതിനു ശേഷം ഓഫീസർ ജോൺ ലോഗോയോട് അദ്ദേഹം ചെയ്ത കൺഫെഷൻ ഒരിക്കലും സ്വീകരിക്കാനാവില്ല. അതുകൊണ്ട് ഈ കോടതി ഓഫീസർ ജോൺ ലോഗോയ്ക്ക് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പറയാനുള്ളത് രേഖാമൂലം നൽകട്ടെ. അതിനുശേഷം നമുക്കത് ജൂറിയെ ഏൽപ്പിക്കാം. നന്നായിട്ട് തൊഴുതോ. ടേൺ ചെയ്യേ. വെള്ളപ്രാവാണോ വന്നത്, കറുത്ത കാക്കയാണോ വന്നത്? കറുത്ത കാക്കയാ വന്നിരിക്കുന്നത് സാറേ. അപശകുനം. നമസ്കാരം ജഡ്ജി സർ. എന്താ ഇത്? എനിക്കിതല്ലാതെ വേറെ വഴി അറിയില്ല സർ. ഞാൻ നിങ്ങൾക്കെതിരായിട്ട് ബാർ കൗൺസിലിലേക്ക് പോയേ പറ്റൂ. ഇന്ന് കോർട്ടിൽ സംഭവിച്ച കാര്യം വളരെ വലിയ തെറ്റാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം ഓഫീസർ ലോബോ ജൂറിയുടെ മുമ്പിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് എത്ര പ്രധാനമാണെന്ന്. അങ്ങനെ ഉണ്ടായിട്ടും എൻ്റെ പ്രധാനപ്പെട്ട വിറ്റ്നസിനെ നിങ്ങൾ കോർട്ടിൽ സംസാരിക്കാനേ അനുവദിച്ചിട്ടില്ല. ഐ തിങ്ക് യു ആർ ബീയിങ് ബൈസ്. നിങ്ങളെപ്പോലൊരു സത്യസന്ധനായ ജഡ്ജ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സർ. എന്റെ അടുത്ത് വന്ന് നിങ്ങൾ കരഞ്ഞ് കാല് പിടിക്കുന്നതിനേക്കാളും കാൽ കണ്ടാലയുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയിട്ട് വന്നാൽ നന്നായിരുന്നു. കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് ഒരാൾ പോലും ഈ ജഡ്ജി RB മേത്തയെ സത്യസന്ധനല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ 30 വർഷമായിട്ട് കാണിക്കുന്ന തെറ്റുകൾ എടുത്തു കാണിക്കാനായിട്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു. ഐ വിൽ സീ യു ഇൻ കോർട്ട് സർ. എന്താ എങ്ങനെയൊക്കെ നടക്കുന്നത്? So what does the Parsi do? He goes from the right to left to right and then left. What are you doing here? Mind your language. ശരി. ഞാൻ കൊണ്ടുവരാം. Stop beating around the bush. Why are you here? Make it quick. A man was shot in broad daylight. He deserves justice. ചായ വേണ്ട, സാറ് പോവാണ്. You know, Ram, what does the Parsis think about you? No, they really respect you. Really? And they wish Kas Ramjat Malani Parsi ആയിരുന്നെങ്കിലെന്ന്. Come to think of it. ഒരുപക്ഷെ ഈ കേസ് കാൽ ഖണ്ഡാലവാലയ്ക്ക് പകരം രാംജത്ത് മലാനി എടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചിരുന്നേനെ? നിങ്ങൾ പോയി പാഴ്സി കമ്മ്യൂണിറ്റിയോട് പറയൂ രാംജത്ത് മലാനി ഇതുവരെ റേറ്റ് കാർഡ് ഇട്ടിട്ടേ ഇല്ലെന്ന്. ഐ ആം നോട്ട് ഓഫറിംഗ് യു മണി. ഓൾ വി വാണ്ട് ഇസ് എ ലിറ്റിൽ കോപ്പറേഷൻ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബ്ലിറ്റ്സിന്റെ കഥകൾ ചെയ്തോളൂ. നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സ്റ്റോറിയൊക്കെ പ്രിന്റ് ചെയ്തോളൂ.
But your nanny is going to the gallows. And this will be the biggest story of this case. You may leave now. Of course, I will. But before I go, Ram, I think that I should tell you a small story. So, may I? You know Jinnah? Muhammad Ali Jinnah. Of course, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അദ്ദേഹം നിങ്ങളുടെ പാകിസ്ഥാനിൽ വന്ന ആളാ. So, what does Jinnah want? He wanted a separate country. So, he coins the story. Muslims in India are in danger. But it doesn't work. Jinnah keeps losing election year after year. But he was a smart man. And what does a smart man do when his story doesn't sell? He changes the story. So from Muslims in danger, the story was changed to Islam in danger. And Jinnah gets what he wants. In 1 year's time, Pakistan was formed. And incidentally, I have also changed the story. From Kawas in danger to Parsis in danger. And we will get what we want. Because Mr. Ram Bulchand Jait Malani from Karachi, don't forget, I'm the storyteller. I'm the smartest one. Remember that. And by the way, you do have lovely wives. Enjoy the tea. काल कंडाला वाला मुर्दाबाद, 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 काल कंडाला वाला കണ്ടില്ലേ? मुर्दाबाद, काल कंडाला ഇപ്പോഴീ वाला കേസ് കേസല്ല, काल It's a कंडाला war. वाला मुर्दाबाद, काल कंडाला 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 वाला मुर्दाबाद. ഋതുഭായ് കഴിക്കാൻ എന്താ ഉള്ളത്? ഋതുഭായ് എന്തി? അദ്ദേഹം പുറത്തു പോയിരിക്കുക. ഓ അത് ശരി. എനിക്ക് ഇവിടുന്ന് ആ ചുമന്ന മീനിന്റെ നെയ്മീന്റെ ഒക്കെ മണം വരുന്നുണ്ട്. മൂക്കിനകത്ത് തുളച്ചു കയറുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇന്നലെ രാത്രിയിലത്തെ മീൻ ഇപ്പൊ ചൂടാക്കിക്കൊണ്ടിരിക്കുക. വാടകയിൽ 5 രൂപ കുറവുണ്ട്. അടുത്ത മാസം ഒരുമിച്ച് തന്നേക്കാം. സാരമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. റെസിപ്റ്റ് അങ്ങ് കൊടുത്തേക്ക്. സൂക്ഷിച്ച് പതുക്കെ എടുക്ക് ബക്കറ്റ്. അത് ഗാലിയാക്കി വെക്ക്. നോക്കി വെക്ക്. നോക്കി വെക്ക്. ദോരക് ഭായ്, ഞങ്ങളുടെ അവസ്ഥ ഒന്ന് കണ്ടില്ലേ? ഈശ്വര, കണ്ടില്ലേ? വീട് മൊത്തം ചോരുവാ. കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞതല്ലേ, ആ ഓടൊന്ന് മാറ്റുകയാണെങ്കിൽ വീടിനുള്ളിൽ വെള്ളം കയറാതിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ ഈ പ്രശ്നം അങ്ങ് തീർത്തേക്കാം. എന്തേ അതിങ്ങ് തന്നേ. ഇന്നാ നിങ്ങൾ തന്ന 100 രൂപ ഇപ്പൊ തന്നെ വീട് ഒഴിഞ്ഞു പൊയ്ക്കോണം. പറഞ്ഞേക്കാം, വേഗം ആട്ടെ. ദോരക് ഭായ്, എന്തായി പറയുന്നേ? ഞങ്ങള് വാടക കറക്റ്റ് ആയിട്ടല്ലേ തരുന്നേ? വാടകയൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സമയം ശരിയല്ലെന്നേ. ഉച്ചക്കുള്ളിൽ നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു പോയേക്കണം. പറഞ്ഞേക്കാം, ഓക്കെ? അതെങ്ങനെ പെട്ടെന്ന് വീട് കാലി ചെയ്യാൻ പറ്റുന്നേ? ഒന്ന് നിൽക്കൂ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഒരു പിഞ്ചു കുഞ്ഞിനെ വെച്ച് അവൾ എങ്ങോട്ട് പോവാനാ? നിങ്ങൾ തന്നെ പറ. എവിടെ പോകുന്നു? ഏതെങ്കിലും സിന്ധിയുടെ വീട്ടിൽ പോയിരിക്കട്ടെ, മനസ്സിലായോ? സമയം കളയാനില്ല, വേഗം ചട്ടിയും പാത്രവും ഒക്കെ എടുത്ത് പൊയ്ക്കോണം. ഞാൻ എവിടെ പോവില്ല. നിങ്ങൾ എന്റെ ഭർത്താവിനോട് സംസാരിക്കാം. എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ എതിർത്ത് സംസാരിച്ചാ ഉണ്ടല്ലോ, പറഞ്ഞേക്കാം. എന്ത് ചെയ്യും? തോക്കെടുത്ത് ഞങ്ങൾ വെടിവെച്ച് കൊല്ലോ? ഇത് എപ്പോഴാ ഒന്ന് നിർത്തുക? എന്ത്? ഈ സമരം. They are calling your name. അസൂയാണോ? എല്ലാവരും എന്റെ പേര് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് കേസ് ജയിക്കാൻ പറ്റുമോ? ഇല്ല, ഡൽഹി ആയിരിക്കും ജയിക്കുക. പാഴ്സി കമ്മ്യൂണിറ്റി ജയിക്കും, നേവി ജയിക്കും, പിന്നെ കാവസ്. ആരോ പറയുന്നുണ്ടല്ലോ
കാവാസ്, പക്ഷെ അത് കാവസാണ്. നീ എന്ന് പറഞ്ഞു? കാവസ്. വരൂ സാറേ. കേക്ക് വേണം. ഒരു 3 കേക്കും 2 പാക്കറ്റ് ബിസ്ക്കറ്റും ഇങ്ങെടുത്തേ. പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നേരമായി? സാറേ ഇപ്പൊ കൊണ്ടുവരുവേ. ഓക്കെ ഓക്കെ. എല്ലാം ഫ്രഷാണ് കേട്ടോ. ആ ചേട്ടാ, 4 പാവ് തരൂ. പിന്നെ ദേ നോക്ക്, നിങ്ങൾ ചോദിക്കുന്നൊന്നും ഇവിടെ ഇല്ല, അതൊക്കെ തീർന്നു. ഹലോ മാഡം. യെസ്, വാട്ട് യു വാണ്ട്? എനിക്കൊരു പാവ് ഇവിടെ പാവ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. താൻ ഇവിടുന്ന് പോയേ. ഇതെന്താ ഇങ്ങനെ പറയണത്? നമ്മളോട് വീട് വിട്ട് പുറത്തു പോകാൻ പറയുന്നു. 4 പാവും 2 കേക്കും ഇങ്ങെടുത്തോളൂ. മൈ ഗോഡ് തപസ്സു, യു ആർ റീഡിംഗ് ദിസ് ബുൾഷിറ്റ്. എനിക്കാണെങ്കിലോ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ പോലും കിട്ടുന്നില്ല. ഹായ് വിദ്യ, ഐ ആം ഗുഡ്. താങ്ക് യു ഫോർ ആസ്കിങ്. സോറി. ഇറ്റ്സ് ഓക്കെ. കാര്യം എന്താണെന്നോ, ഐ ഹേറ്റ് ദിസ് ന്യൂസ് പേപ്പർ. പാഴ്സീസ് ഇൻ ഡേഞ്ചർ, മൈ ഫുഡ്, വിമൻ ഇൻ ഡേഞ്ചർ, ഇതായിരുന്നിരിക്കണ ഹെഡ്ലൈൻ. നീ ഉണ്ടല്ലോ ഭയങ്കര നെഗറ്റീവാണ്. അത് ശരി ആട്ടെ, പോസിറ്റീവായ കാര്യം എന്താണെന്ന് നീ തന്നെ പറ. ഒരു ഗോസിപ്പ് പറയട്ടെ. ശാന്തിഭൂഷൺ സാറുമായിട്ട് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 2-3 പടങ്ങൾക്ക് വേണ്ടി യു ആർ ഫ്ലേർട്ടിംഗ് വിത്ത് എ മാൻ ഹൂ പ്രോബബ്ലി, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്ന് വിപ്ലവകാരി പെണ്ണേ, നീ നിന്റെ ഈ മാൻ വേഴ്സസ് വുമൻ ഉണ്ടല്ലോ, പ്ലീസ് തുടങ്ങല്ലേ. റിലാക്സ് ചെയ്. സിറ്റിയോ, ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഷോട്ട് തീർത്തിട്ട് വരാം. ഓക്കെ? ദി ആർട്ട് ഓഫ് വാർ ബൈ സുൻസു. ഇതൊരു നല്ല ബുക്കാണ്. ഈ ബുക്കില് മാവോ, ഫിഡിൽ, പിന്നെ സ്റ്റാലിനെ പോലുള്ള നേതാക്കന്മാർക്ക് ആർട്ട് ഓഫ് ഡിഫൻസ് പഠിപ്പിച്ചു കൊടുത്തു. വിജയത്തിന്റെ മന്ത്രം. ശരി, നിങ്ങൾക്കിപ്പോൾ ആർട്ട് ഓഫ് ഡിഫൻസ് പഠിക്കണമെന്ന് തോന്നിയില്ലേ? യുനകാവസ്, നിങ്ങളിവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമുണ്ട്. യു ഹാവ് നോ ഐഡിയ ഈ കമ്പിക്ക് പുറത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. വെൽ, അപ്പോൾ എൻ്റെ ക്ലയൻറ്റ് റെഡിയാണെന്ന് അർത്ഥം. പക്ഷേ ഇപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കേസിൻ്റെ പ്രധാന ഘടകമാണ്. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട കഥ നിങ്ങളാണ് പറയാൻ പോകുന്നത്. നോക്കൂ കവസ്, നിങ്ങൾ നോൺ ഗിൽറ്റി പ്ലീഡ് ചെയ്തിരിക്കുന്നു. സത്യം പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇപ്പോൾ സിറ്റി മുഴുവനും പാഴ്സികൾക്കും സിദ്ധികൾക്കും ഇടയിൽ വലിയ യുദ്ധമാണ് നടക്കുന്നത്. വിശ്വസിക്കുക, നമുക്കൊരു കഥ ആവശ്യമുണ്ട്. റൈറ്റ്. ഇത് പ്രേം അഹൂജയുടെ കാര്യം മാത്രമല്ല, ഇവരെല്ലാ സിന്ധീസിനെയും ഉന്നം വെക്കുകയാണ്. പ്രേം അഹൂജയുടെ മർഡർ കേസ് കോർട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോർട്ടിന് പുറത്ത് വേറൊരു കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ പറഞ്ഞത്. രാം സാർ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പാർസിക്കാർക്കൊന്നും ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മളുടെ സിന്ധിക്കാരുടെ ഈ വളർച്ച കണ്ടിട്ട്. അവരൊക്കെ ജീവിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്നവരാ. നമ്മളെ കറാച്ചിക്കാരെന്നാ ഇവര് പറയുന്നത്. സ്മഗ്ലർ എന്നല്ലേ നമ്മളെ വിളിക്കുന്നത്. ഇപ്പം നമ്മൾ വിട്ടുകൊടുത്ത പിന്നെ ജീവിതകാലം മുഴുവനും നമ്മളൊക്കെ അവരുടെ അടിമകളായി കഴിയേണ്ടി വരും. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി, അവരുടെ കടയുടെയും ഹോട്ടലുകളുടെയും മുമ്പിൽ ഓരോ ഹോട്ടലുകൾ ഞങ്ങൾ തുറക്കും. 1 വർഷത്തോളം പാതി വിലക്ക് ഞങ്ങൾ വിൽക്കും. അവരുടെ കട ഞങ്ങൾ അടപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് അശോക് സിദാനി അല്ല. എന്റെ വീട് ലോക്ക് ചെയ്ത് എന്നെ വെളിയിലാക്കി. നിങ്ങളുടെ ഈ പാഴ്സി സിന്ധി വഴക്കില് എന്റെ കുടുംബവും തെരുവിലായിരിക്കുന്നു.
No, generally I don't feel bad anything about my life. But അന്ന് ചന്തുവെ കണ്ടതും എനിക്ക് അയാൾ പറഞ്ഞത് ശരിയാണ്, കുടുങ്ങിപ്പോയി. But do you know what the lion does when he's cornered? He roars. And that's what Chandu did. He roared.